ശ്രീശാന്ത് ഒരു ഇന്ത്യൻ ക്രിക്കറ്റർ, ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒത്തിരിയേറെ അഭിമാനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ഒത്തിരിയേറെ കളിക്കളത്തിന് പുറത്ത് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 6 മാസക്കാലത്തേക്ക് ഫീൽഡിൽ നിന്ന് വിട്ടു നിന്ന് പരിക്ക് കാരണം ഓഫ് കോഴ്സ് റീസണബിൾ ആണ്. ചോദിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും അപ്പാർട്ട്മെന്റിൽ ബഹളം ഉണ്ടാക്കി അടുത്തുള്ള റൂമുകാർക്ക് അത്ര ഒരു പോലീസ് വന്ന് കേസെടുത്തു. അത്ര കാരണം അത് ഇപ്പൊ ചോദിക്കുന്നത് കേസില്ല, പോലീസ് വന്നിരുന്നു, ഓഫ് കോഴ്സ് പത്രത്തിൽ വന്നിരുന്നു, കമ്മീഷണർ അതിനെപ്പറ്റി പറഞ്ഞു. അതെന്താ ചോദിക്കുന്നത് ചോദിച്ചാൽ ഒരു ആരാധിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അത്ര ഒരു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷമമുണ്ട് കേൾക്കാം. അപ്പൊ അതിൽ എത്രമാത്രം സത്യമുണ്ട്. ബിക്കോസ് ഞാൻ ശ്രീശാന്ത്, അതാണ് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ സെലിബ്രിറ്റി ശ്രീശാന്തിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് പുറത്തു വന്നത് ശ്രീശാന്ത് അടിയുണ്ടാക്കി ശ്രീശാന്തിന്റെ കൂട്ടുകാരൻ ചോരയുമായി പുറത്തിറങ്ങിയെന്നാണ് വന്നത്. പക്ഷേ ബ്ലീഡിംഗ് എപ്പിസോഡ് ഹാപ്പൻ ഓൺ ദ ടെറസ്. ഒരു ബ്രിക്സിന്റെ വോൾ ഫോട്ടോ എടുത്ത് ചാരി നിന്ന് ഇഷ്ടിക വീണ് ചോര വന്ന് അയാളെ എടുത്തുകൊണ്ട് പോയി. ആംബുലൻസ് വന്നു, അയാളെ എടുത്തുകൊണ്ട് പോയപ്പോഴാണ് ലൗഡ് നോയ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. ബട്ട് ദേ ഹാഡ് ടു കംപ്ലൈൻ. കാരണം ഏതൊരു വ്യക്തിയാണെങ്കിലും, ഞാനാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നതിലും ഞാൻ അത് തന്നെ ചെയ്യും. ഒരു വ്യക്തി ചോര എടുത്തുകൊണ്ട് പോണ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതെന്താ ഇവിടെ എന്താ പ്രശ്നം എന്തായാലും. അതും അല്ല, ആ സംഭവങ്ങളിൽ ഒരുപക്ഷെ ഇതൊക്കെ സംഭവിച്ചത് 10:30-11 ആണ്. അപ്പോ എന്റെ ബർത്ത്ഡേ 12 o'clock പരാതി ഉണ്ടായിരുന്നു ശ്രീശാന്ത്? തീർച്ചയായിട്ടും പരാതി ഉണ്ടായിരുന്നു. They didn't even consult. കാരണം അന്ന് തന്നെ വൈകുന്നേരം എന്റെ ബ്രദറിലോ ബഹ്റൈനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഗെറ്റ് ടുഗദർ കസിൻസും ഉണ്ടായിരുന്നു. അപ്പം കംപ്ലൈന്റ് വന്നത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് ഞാൻ തന്നെ അറിയുന്നത്. എന്നോട് എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു TV വെച്ച് നോക്ക്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ. അപ്പം സെലിബ്രിറ്റി ലൈഫ് ശരിയാക്കാൻ കഴിഞ്ഞിരുന്നു. ശ്രീശാന്ത്, നമുക്ക് ഒരുപക്ഷെ നമ്മൾ ആദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഇമേജ്, അതായത് കരയുന്ന കുട്ടിയുടെ ഇമേജിലേക്ക് നമ്മൾ പിന്നീട് അധികം പോയിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കായിക പ്രേമികൾക്കാകെ ഉള്ള ഒരു ചോദ്യമുണ്ട്, അത് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രീശാന്ത് എന്ത് പറഞ്ഞപ്പോഴാണ് ഹർഭജൻ അടിച്ചത്? ഐ സെഡ് ചിരിക്കേണ്ട കാര്യമില്ല, കാരണം ഇറ്റ്സ് ടഫ് പ്ലേയിങ് ദേർ, കാരണം ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഞാൻ ഹാർഡ് ലക്ക് ബജീപ്പ എന്ന് മാത്രമല്ല. കാരണം ഇതൊരു സംഭവം നടന്നു. കാരണം നമ്മുടെ സിഡ്നിയിൽ ഓപ്ഷൻ കഴിഞ്ഞപ്പം ബജീപ്പ ബോംബെ ടീമിലും ഞാൻ പഞ്ചാബ് ടീമിലായിരുന്നു. ഒരു മലയാളി എന്നൊരു വ്യക്തി സർദാർസിന്റെ ടീമിൽ എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് കൊച്ചി ടു പഞ്ചാബ് മൊഹാലി. അതൊരു എനിക്ക് ബ്രെഡ്ലിയുടെ ഒപ്പം ബോൾ ചെയ്യാൻ പറ്റുന്ന ദാറ്റ് വാസ് ലൈക്ക് ഡ്രീം കം ട്രൂ. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ഓപ്ഷൻ്റെ സമയത്ത് ഡ്രസ്സിംഗ് റൂമിൽ എല്ലാം കഴിഞ്ഞ് ബ്രിസ്ബെയിൻ മാച്ച് കഴിഞ്ഞ് നമ്മുടെ ടെസ്റ്റ് സീരീസ് തുടങ്ങിയപ്പോൾ ദർ വാസ് എ ടോക്ക് IPL ആര് ജയിക്കും. ടെസ്റ്റ് സീരീസ് നമ്മൾ ജയിച്ചു സൗത്ത് ആഫ്രിക്കയുടെ. അത് കഴിഞ്ഞ് ഡ്രോ മാച്ച് ഒക്കെ കഴിഞ്ഞ് കാൺപൂർ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആര് ജയിക്കുന്നുള്ള ക്വസ്റ്റ്യൻ വന്നപ്പം ദർ ഇസ് ഫ്രണ്ട്ലി ടോക്ക്. അപ്പോൾ ഞാനൊരു മലയാളിയാണ്, എന്നോട് പറഞ്ഞു പഞ്ചാബ് മാറിയേക്കാം, പഞ്ചാബിനെ ഒതുക്കും. ഞാൻ പറഞ്ഞു ബജീപ്പ അല്ല, ആര് പഞ്ചാബിലേക്ക് വന്നാലും അവിടെ ഒരു മലയാളി ഉണ്ട്, പഞ്ചാബികൾ മാത്രം ഒരു മലയാളിയുടെ ഉണ്ട്. അപ്പോൾ ഇത്തിരി സ്ട്രോങ് ആണ്, നോർത്തും സൗത്തും കൂടെ ഒരുമിച്ചാണ് അവിടെ ഉള്ളത്, ജയിക്കില്ല. അപ്പോൾ ആ സെയിം തന്നെ ഞാൻ പറഞ്ഞു എന്ത് പറ്റി മലയാളി തോറ്റില്ലേ, ദാറ്റ്സ് ഓൾ, ഹാർഡ് ലക്ക്. സോ ഒബ്വിയസ്ലി ഹി വാസ് വെരി ആംഗ്രി. ഇറ്റ് ഈസ് ഹിസ് ഹോം ടൗൺ. ഐ ഡോണ്ട് നോ ഇഫ് ഐ വാസ് ഇൻ ഹിസ് പ്ലേസ് ഞാൻ അത് ചെയ്യില്ലായിരിക്കും. പക്ഷെ നേരത്തെ സിദാൻ ചെയ്ത പോലെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഞാനായിരിക്കും ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ചെയ്തത് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും. ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ സമയം തീരാൻ പോവുകയാണ്. ആർക്കെങ്കിലും ഒരു ചെറിയ ചോദ്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്. ഹലോ ശ്രീശാന്ത്, താങ്കളെ പിന്തുടരുന്ന ഈ വിവാദങ്ങളും വിമർശനങ്ങളും താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ശരിക്കും ബാധിക്കും. കാരണം ഞാനിപ്പോൾ ന്യൂസ് കാണുന്നില്ലെങ്കിലും പത്രങ്ങൾ വായിക്കുന്നില്ലെങ്കിലും ഞാൻ ആ കൂടി വായിക്കുന്ന സ്പോർട്സ് പേജ് മാത്രമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പേപ്പറിൽ ബാംഗ്ലൂർ ആയിരുന്നുകൊണ്ട് കഴിഞ്ഞ 6 മാസം ഞാൻ ജസ്റ്റ് വായിക്കുന്നത് തന്നെ സ്പോർട്സ് പേജാണ്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ സ്പോർട്സ് വേൾഡ്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും നോക്കാറില്ല എന്നെക്കുറിച്ച് ആരെന്ത് പറഞ്ഞു. കാരണം പക്ഷേ ശ്രീശാന്ത്, ഒരു പക്ഷേ അതിൽ തന്നെ ഏറ്റവും വേദനിപ്പിച്ച എന്തെങ്കിലും ഒന്ന് ഉണ്ടാകാതിരിക്കില്ല. തീർച്ചയായിട്ടും ഹിസ് കമന്റ് ലാസ്റ്റ് ഇയർ വാസ് അൺബിലീവബിൾ. ശരിക്കും ഹിസ് കമന്റ് ലാസ്റ്റ് ഇയർ അബൌട്ട് കൊരങ്ങനും monkey face and all that was nasty, man. Nobody can take a celebrity, leave celebrity, a person who worked hard full life മൊത്തം ക്രിക്കറ്റ് എന്ന് ഫോക്കസ് ചെയ്ത് കേരളത്തിന് വേണ്ടി ഞാൻ കർണാടകയിൽ പോയി കർണാടക രഞ്ജി ട്രോഫി കളിച്ച് ഇന്ത്യ കളിക്കാൻ പ്ലാൻ ചെയ്തു. സ്റ്റിൽ ഐ ഷുഡ് ഹാവ് പ്ലേഡ്. അങ്ങനത്തെ ഒരു രീതിയിലിരുന്ന് ഞാൻ ടിനുച്ചേട്ടനോട് നന്ദി പറഞ്ഞതാണ്. ടിനുച്ചേട്ടൻ അന്ന് ഇന്ത്യ കളിച്ച് ഞാൻ എല്ലാം വർക്ക് ചെയ്ത് ടിനുച്ചേട്ടനെ ഫോളോ ചെയ്ത് MRF പോയി ഞാനൊരു ലെഗ് സ്പിന്നറായി, ഞാനൊരു ഫാസ്റ്റ് ബോളറായി, ഒരു ഓപ്പണിംഗ് ബാറ്റ്സ്മാനായി, ഞാനൊരു ഫാസ്റ്റ് ബോളറായി, ഫാസ്റ്റ് ബോളിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്ത് ഐ പ്ലേഡ് ഈവൻ T20 വേൾഡ് കപ്പ് ദ സെയിം വേ. ഞാൻ T20 വേൾഡ് കപ്പും ഞാൻ ഓസ്ട്രേലിയക്ക് വരും ആ സെയിം അഗ്രഷനും സെയിം monkey face only I had. I never changed my face. യെസ്, ഓക്കെ. ആ ഒരു സിറ്റുവേഷൻ സത്യമായിട്ടും
വെരി ഹാപ്പി. കാരണം വളരെ നന്ദിയുണ്ട് മനോരമ ചാനലിനും എല്ലാവർക്കും. യു കെയിം ബിക്കോസ് ഐ കുഡ് ഫേസ് യു. ശരിക്കും ഇതുവരെ ചെറുപ്പം മുതൽ ഇതുവരെയുള്ള ഏറ്റവും ഹേർട്ടായ ഒരു ഫീല് ഇദ്ദേഹം പറഞ്ഞൊരു വ്യക്തി. പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ? ആ ഒരു ഇതില് എനിക്കൊന്നും പറയാനില്ല. കാരണം അത് പറഞ്ഞോണ്ടോ പറഞ്ഞില്ലെങ്കിലോ എന്റെ ലൈഫ് ചേഞ്ച് ആവുന്നില്ല. യെസ്, ഒരു വളരെ വളരെ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു എന്താ പറയുക, ക്രിക്കറ്റിനെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ആരോടെങ്കിലും ലവ് ഹാപ്പൻ സോറി തീർച്ചയായിട്ടും സ്കൂൾ മുതൽ ഇഷ്ടംപോലെ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷെ ക്രിക്കറ്റ് കാരണം, സത്യമായിട്ടും ക്രിക്കറ്റ് കാരനാണ്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ 25 വയസ്സ്, അപ്പോൾ കല്യാണം കഴിക്കണം. ദിനേശ് കാർത്തിക് 21 വയസ്സ് കല്യാണം കഴിച്ചു. അപ്പം കല്യാണം കഴിക്കണം, പെണ്ണ് ആലോചിക്കണം.